അല്ല, അതായത് പ്രത്യയശാസ്ത്രപരമായിട്ട് പി ജെ ജോസഫിന് പറയാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങോട്ട് യോജിക്കാൻ ഇവർക്കും ബുദ്ധിമുട്ട് വരേണ്ടതില്ല. പിന്നെ വരാവുന്ന കാര്യം ഊഹിക്കാവുന്നില്ലേ ഉള്ളൂ. ഇടയ്ക്ക് പേഴ്സണൽ പ്രോബ്ലംസാണ്, അത് തടഞ്ഞു നിർത്തുന്നു. അങ്ങനെ പ്രോബ്ലംസ് കുടുങ്ങിക്കിടക്കുന്നവർക്ക് പക്ഷേ ഇങ്ങോട്ട് മാത്രം എളുപ്പം വരത്തില്ല, ചിലപ്പോൾ പേടിയുണ്ടാകും. അല്ലാതെ പ്രത്യയശാസ്ത്രപരമായിട്ട് അതിനകത്ത് ഒരു കാര്യമില്ല. ഞങ്ങളിവിടെ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾക്കെല്ലാം സുഭിക്ഷമാനം, ഞങ്ങൾക്ക് നേതാവ് പറയാൻ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും അതിലൂടെ അല്ല നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭയപ്പെടാതെ പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒന്നിച്ചു പോയാൽ ഒന്നിച്ച് വിജയിക്കുക. പക്ഷേ അതിനുള്ള പ്രതിബദ്ധത കാണിക്കാൻ മാത്രമുള്ള ആത്മാർത്ഥത അവർ മുൻപോട്ട് വച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തോട് വേണം. മറ്റേത് കൗണ്ടറാണ്, അതിനോട് യോജിച്ച് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഫണ്ടമെൻ്റലായിട്ട്. അതായത് ഈ എൽ ഡി എഫിൽ നിൽക്കൊരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും എൽ ഡി എഫിൽ നിൽക്കുന്നവർക്ക് ഔക്കൻ്റെ യോയിൻ അവർക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഇപ്പം ഈ വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പം നിരീശ്വര ചിന്തകളോട് ചോദിക്കാൻ ഇവർക്ക് പറ്റുമോ? മിണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പല പ്രാവശ്യവും മിണ്ടിപ്പോയി തട്ട് കിട്ടും. അതുകൊണ്ടാണ് പല അവസരങ്ങളും മിണ്ടായിരിക്കുന്നത് കാണാൻ പാടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആളുകളോട് ചോദിക്കില്ല, എന്തെടുക്കുക, നിങ്ങളുടെ വായിൽ പഴമാണോ എന്ന് ചോദിക്കുന്ന സാഹചര്യം പലപ്പോൾ ഈ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിൽക്കാതെ ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രത്തോടെ അവർ സ്മൂത്തായിട്ട് പോകുമ്പോൾ അതിനോട് ചേർന്ന് പോകാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല. അണികൾക്കൊന്നും അറിയാൻ പാടില്ല. അണികളിപ്പോൾ അതൊരു പാർട്ടിയായിട്ട് കാണുന്നത് മാത്രമേ ഉള്ളൂ. പാർട്ടിയും കാണും, നേതാവിനും കാണും. നേതാവിനുള്ള അറ്റാച്ച്മെൻറ്റ് പാർട്ടി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വിഭാവനം ചെയ്യുന്ന ഒരു വലിയ പ്രത്യയശാസ്ത്രമാണ് ഐഡിയോളജി. ആ ഐഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം അവബോധം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമാണെങ്കിൽ ഇവരൊന്നിച്ച് പോകാൻ എന്താ ബുദ്ധിമുട്ടിരിക്കുക. പിന്നെ ഈഗോയിസം, പേഴ്സണലായിട്ട് താല്പര്യങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റിവെക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നന്മ, പൊതു നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നിച്ച് പോകാം. ഈ കേരള കോൺഗ്രസ് എമ്മിനൊപ്പമുള്ള പലർക്കും യു ഡി എഫിലേക്ക് വരണമെന്നൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെയുള്ള കേട്ടുകേൾവികളും പൊതുവെ വരാറുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അഭിപ്രായം ഇപ്പോൾ പല നേതാക്കളും വന്ന് സംസാരിക്കും. എൽ ഡി എഫിൽ പറഞ്ഞ ധാരാളം ആൾക്കാർ അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ അണികളിൽ ഒരുപാട് പേരും. അണികൾ വാസ്തവത്തിൽ കൂടുതൽ അങ്ങനെ താല്പര്യപ്പെടുന്നവരാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ നേതാവിനെ നോക്കി നിൽക്കാതിരിക്കാൻ പറ്റില്ല കുറച്ച് കാര്യം. കാരണം നേതാവിനെ കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ അവരനുസരിച്ച് നിൽക്കും. പക്ഷേ നേതാവിൻ്റെ തലയ്ക്കകത്ത് വിളിച്ചുകൊണ്ടാകും. അങ്ങനെ വരുമ്പോൾ മാറ്റം വരും. അതിനകത്ത് നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളിലൊക്കെ അവർ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്കും ചില നേതാക്കന്മാർക്കൊക്കെ വിഷമവും പ്രശ്നങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങ് വാസ്തവത്തിൽ സഹിച്ച് നിൽക്കാമെന്ന് എനിക്ക് തോന്നും. സഹിച്ചങ്ങ് നിൽക്കുക. അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിൽ അവർക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെന്ന് പറയും എന്തോത്തെ പരാതി വന്നാൽ അതിന് ഇപ്പം നോക്കി അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥലത്തിന് തെരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ, അല്ലെങ്കിൽ സെലക്ഷൻ വരാൻ പോകില്ലേ, അന്നേരം കാണാം ഇവർക്ക് താല്പര്യപ്പെടുന്ന രീതിയിലൊക്കെ ഇവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയാമല്ലോ അന്നേരം. എന്ന് വിചാരിച്ച് ഇപ്പറേ വന്നാൽ കിട്ടണമെന്നുമില്ല. ഇപ്പറേ വന്നാൽ കിട്ടണമെന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഒറിജിനലായിട്ടുള്ള ഐഡിയോളജി അതിനോട് ചേർന്ന് നിൽക്കുന്നതിന് ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. അണികൾക്ക് എളുപ്പമുണ്ട് ഉണ്ണിയേർന്ന് പോകാനായി. അത് മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഇപ്പുറത്ത് വരുമ്പം ഒരുപാട് കൊടുത്തിട്ടുണ്ടല്ലോ. നേരത്തെ 9 സീറ്റ് ഉണ്ടായിരുന്ന, ഒറ്റയ്ക്കുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നത് 12 സീറ്റ് കൊടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവർ വന്നതോടുകൂടി വലിയ നേട്ടമുണ്ട്. അപ്പോൾ അവർ പറയുന്ന കണക്കുകൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫിൽ എത്തുമ്പോഴും ശരിയാണല്ലോ. അത് ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ എം പി സ്ഥാനത്ത് ഈ പറയുന്ന രാജ്യസഭയിലേക്കുള്ള സ്ഥാനത്ത് വേണ്ടി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം കിട്ടിയത് എന്തുമാത്രം. അത് കിട്ടിയില്ല എന്നെങ്കിൽ ഇപ്പം പിന്നെ വട്ടപൂജ്യമായി പോകുമായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊക്കെ അതിനകത്തുണ്ട്, സംശയമില്ലാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ അസംതൃപ്തരാണ് അതിൻ്റെ അണികളിൽ നല്ലൊരു വിഭാഗവും. അസംതൃപ്തി ഒരുപാട് നിൽക്കുന്നുണ്ടെന്നുള്ള അറിയാൻ പാടില്ല, അഞ്ഞിട്ടൊന്നുമല്ല. അതേസമയത്ത് ഈ പറഞ്ഞ ഒരു പാർട്ടി എന്ന നിലയിൽ ഒന്നിച്ചിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് അണികളിൽ നിൽക്കുന്നത്. അവരെ അതൊക്കെ ഒരു ഉയർന്ന ഐക്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും മെച്ചമായിരിക്കുന്നു. പക്ഷേ മ്യൂച്വലായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, താഴ്ത്തി കയറ്റാൻ പാടില്ല. നേതാക്കന്മാരെല്ലാം പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ മുമ്പോട്ട് ഒരുമയിൽ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ മേധാവിത്വം കൊണ്ട് വന്ന ആരാ ഇക്കാലത്ത് ശരിയാണ്. അപ്പം അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള പാർട്ടിയായിരിക്കാം. ഇത് കേഡർ പാർട്ടി അല്ലല്ലോ. കേഡർ പാർട്ടി ആണെങ്കിൽ അടിച്ചിരുത്തും അവരെ, ഇല്ലെങ്കിൽ പുറത്താക്കും. അതിന് പേടിയുണ്ടാവും. ഇവിടെ അതില്ലല്ലോ. അതുകൂടെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഇത് പാർട്ടിയൊക്കെ കുറിച്ച് ആൾക്കൂട്ടാന്ന് പറയാൻ കാര്യം എന്തുകൊണ്ട് കോൺഗ്രസിനെ കുറിച്ചും പറയുന്നതാണ്. ഇത് പാർട്ടിയൊക്കെ ആൾക്കൂട്ടമാണ്. പക്ഷേ അതിനകത്ത് മറ്റൊരു വശമുണ്ട്. അവിടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അവിടെ കുറേ കൂടെ വലിയ മൂല്യ ബോധത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട സ്ഥാനമുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. അതേ സമയത്ത് മറ്റൊന്നുമില്ല. പക്ഷേ ഒരു പാർട്ടി എന്ന നിലയിൽ ബലപ്പെട്ട് പോകണമെങ്കിൽ കുറച്ച് ക്യാരക്ടർ ഉണ്ടാവേണ്ടതാണ്. അത് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അങ്ങനെ ഒരു ഓവർവെൽമിങ് ലീഡർഷിപ്പ് എന്നുള്ള ലീഡർഷിപ്പ് ഇതിനകത്ത് ഇല്ലല്ലോ. കെ എം മാണിയെ പോലെ ഒരു ലീഡറുണ്ടോ ഇപ്പം? ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു. അദ്ദേഹം തന്നെ ചുറ്റും എല്ലാവരും നിൽക്കുമായിരുന്നില്ലേ.
അങ്ങ് പോയി. അല്ലെങ്കിൽ പി ടി ചാക്കോയെ പോലെ പണ്ടുണ്ടായിരുന്നതോ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പാർട്ടിയെ ഉണ്ടാകുമായിരുന്നില്ല. പി ടി ചാക്കോ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പി ടി ചാക്കോ നിലനിന്നിരുന്നെങ്കിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അത് തന്നെ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് കോൺഗ്രസിൽ ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കമ്മ്യൂണിറ്റിയാണിത്. അപ്പോൾ ഇങ്ങനെ പ്രത്യേക സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പി ടി ചാക്കോയുടെ പേരിൽ പാർട്ടി ഉണ്ടായി പിന്നെ കുറേ കാലം പോകണമെങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള വീക്ഷണം ഇല്ലാണ്ട് പോകുകൊണ്ടല്ലേ ഇങ്ങനെ വിഭജനങ്ങളുണ്ടായി, ഗ്രൂപ്പുകളായി. അതെല്ലാം വന്ന് പതിച്ചത് എവിടെയാണ്? അത് ഉൾക്കൊള്ളുന്നതായ കമ്മ്യൂണിറ്റിയെ പതിച്ചു. അവർക്ക് ക്ഷീണമായിപ്പോയി. അതിപ്പോൾ എന്നാ ചെയ്യുന്നത്? മറ്റുള്ളവർ നോക്കുമ്പോൾ വേറെ തരത്തിലാണ്. പണ്ടൊക്കെ ഇങ്ങനെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഇവരും രണ്ട് കക്ഷിയായിട്ട് നിന്നാൽ എൽ ഡി എഫും കാണും ഒരു ഗ്രൂപ്പ്, യു ഡി എഫും കാണും ഒരു ഗ്രൂപ്പ്, ഇതിലേ പോയാലും ഇവർക്ക് നേട്ടമാണെന്നൊക്കെ പറയുമ്പോൾ കാര്യമൊന്നുമില്ല. ഒന്നിച്ച് നിൽക്കുന്നിടത്തോളം നേട്ടം വേറെ ഒരു വിഭജിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാവുകയില്ല. അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ നല്ല കാര്യമായിരിക്കും. എന്നാൽ എനിക്ക് ഞങ്ങളൊക്കെ ഈ പറയുന്ന ലേമന ഇതിനകത്ത് പുറമേ നിന്ന് കാണുന്നവരാണ്. പക്ഷേ ജനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഞങ്ങൾ ഈ പറയുന്ന നിങ്ങളിപ്പോൾ അവർ നോക്കുമ്പോൾ ഇവർക്ക് ഈ വൈദികനെ പറയാൻ കാര്യമാണ്, രാഷ്ട്രീയത്തിന് പറയാൻ കാര്യമെന്ന് പറയാം. പക്ഷേ ഈ ജനത്തെ ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ജനം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ പേടിയില്ലാത്തത്. ഉള്ള കാര്യം തെളിച്ച് പറയുകയും ചെയ്തുകൊണ്ടാണ് ഈ ജനത്തെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് 16 ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത്. അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭിന്നതകൾ വരുമ്പോൾ ബി കെയർഫുൾ എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധമാകുന്നു. മതമേലധ്യക്ഷന്മാരൊക്കെ നിലപാടുകൾ എടുക്കുന്നു. പക്ഷേ ഇപ്പം മതമേലധ്യക്ഷന്മാർ ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇടപെടൽ സാധ്യതയല്ല, അംഗീകരിക്കണ്ടേ? അംഗീകരിക്കത്തക്ക രീതിയിലുള്ള നല്ല ലീഡർഷിപ്പ് ഇല്ല. പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞു, നല്ല വളരെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള വളരെ ഓവർവെൽമിങ് എൻകംപാസിങ് ആയിട്ടുള്ള നേതൃത്വം ഉണ്ടാകുമ്പോണ്ടല്ലോ ഒരാളോട് സംസാരിച്ചാൽ മതി. അതല്ല, ഇതിപ്പോൾ എത്ര പേര് പറയണം? ഇത് കെ എം മാണിയെ പോലെ പുള്ളിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര പേരോട് പറഞ്ഞാൽ ശരിയാണ്? അതിന് മാത്രമുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ ഉണ്ട് എന്ന് ഞങ്ങൾ പുറമേ നിന്ന് കാണുന്നവർക്ക് തോന്നിയിട്ടില്ല ഉണ്ടാകുന്നതായിട്ട്. എല്ലാവരും അംഗീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു നേതാവ്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരാ. പക്ഷേ ശരിയായ നേതൃത്വം എല്ലാവരും കൂടി അംഗീകരിച്ച് കിട്ടുന്ന നേതൃത്വം ഉണ്ടെങ്കിൽ അതിലേറ്റവും നല്ലത്. പി ടി ചാക്കോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയില്ലേ പെട്ടെന്ന്. പിന്നെ വന്ന ഘട്ടങ്ങൾ ഇവരൊക്കെ കയറി വന്നു. കെ എൻ ജോർജ് വന്നു, അതിന് കുറേ പിന്നെ കെ എം മാണി വന്നു. കെ എം മാണി കുറേ കാലത്തേക്ക് ആ നേതൃത്വം കീപ്പ് ചെയ്തിരുന്നുള്ളൊരു കാര്യം. അദ്ദേഹത്തിന് അതിനുള്ള പാഠവും ഉണ്ടായിരുന്നു. അതെല്ലാവരും അംഗീകരിച്ചിരുന്നതുമാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചോട്ടാ നേതാക്കന്മാരായി പോയി എന്നുള്ളതിൻ്റെ വിഷമം. അതായത് ഒരു ഇടപെടലിന് ഇല്ല ഇനി ഇല്ലേ? ഇടപെടലെന്ന് പറയുന്നത് ഇനി വാസ്തവം പറഞ്ഞാൽ മടുത്തു. വാസ്തവം പറഞ്ഞാൽ നീ മേലധ്യക്ഷന്മാരാണ് ഇക്കാര്യത്തിൽ മടുത്തു. അവർക്ക് ഇതിനകത്ത് ചെന്ന് തൊടുന്നതിനിടെ ഒന്നാമത് തൊട്ടാൽ തന്നെ വലിയ പ്രയോജനമില്ല. അതനുസരിച്ചുള്ള വിധേയത്വമില്ല അവർക്ക്. വലിയ ഇങ്ങനെ പ്രത്യയശാസ്ത്രപരമായിട്ട് പോലും വിധേയത്വം ഇല്ലാത്തവർക്ക് എങ്ങനെ സഫാലകമായ കാര്യങ്ങളിൽ ഒരു അനുസരണം വരുന്നത് ഉണ്ടാകത്തില്ലല്ലോ. കാരണം അവർക്ക് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ലെന്നേ. അവർക്ക് ഞങ്ങൾ കഴിഞ്ഞ് നേരത്തെ സ്ഥാനം കിട്ടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ MLA MP ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യമാണേ. പിന്നെ നിങ്ങൾ പറയാൻ ഞങ്ങൾ കേൾക്കേണ്ട കാര്യമില്ലെന്നേ. ആ രീതിയിലുള്ള മനോഭാവത്തോടെ പോകുന്നു എല്ലാവരും ഒന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ പോയി തുടങ്ങിയാൽ പിന്നെ അവരോട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമാണ്? സഭ പലപ്പോഴും ഇടപെട്ട് ശ്രമിച്ചിട്ടുണ്ടല്ലേ? സഭ എപ്പോഴും സ്വാഭാവികമായും സഭയെ ഒരു സാമൂഹ്യ സംവിധാനം കൂടിയാണല്ലോ. സഭയെന്ന് പറയുന്ന വെറും വേറെ ആധ്യാത്മികമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയും താപസമായിട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് കരുതരുത്. അതിനകത്ത് പ്രാർത്ഥനയും അതിൻ്റെ തപസ്സും അതിൻ്റെ ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദിറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തോട് ചേർന്നാണ് പോകുന്നു. അപ്പോൾ അതിൻ്റേതായിട്ട് നിലപാടുകൾ ഉണ്ടാകും, എടുക്കേണ്ടതായിട്ട് വരും. ആ നിലപാടുകൾ എടുക്കുന്നതാണ് സഭ ഇടപെടുന്നതെന്ന് പറയും. സഭയുടെ തലത്തിൽ തന്നെ നിന്നുകൊണ്ട്, അല്ലാതെ സഭ ഒരിക്കലും പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പൊളിറ്റിക്സിൽ ഇടപെടാൻ ആഗ്രഹിക്കാത്ത സഭയാണ്. അഭിപ്രായം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വ്യക്തിപരമായിട്ട് കാര്യം അതല്ല ഞാനീ പറയുന്നത്. ഇപ്പോൾ ഞാനീ പറയുന്നതുകൊണ്ട് എനിക്ക് അവകാശമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവരുടെ നിലപാടുകൾ കൊണ്ട് ഈ കമ്മ്യൂണിറ്റി, സഭയാകുന്ന കമ്മ്യൂണിറ്റിക്കൊത്ത് ശിഥിലീകരണം സംഭവിച്ചിട്ടുണ്ട്. അത് ഇനി മാറ്റിമറിച്ച് പോകണമെങ്കിൽ ഇവർ ഒന്നിച്ച് വന്നാൽ അതിൻ്റെതായ യോജിപ്പും ഒരു കൂട്ടായ്മ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതവർ ചെയ്യാത്തത് വാസ്തവത്തിൽ തെറ്റാണ്. അവർക്ക് അതിനുള്ള വിശ്വാസത്തിന് പ്രത്യേകതരൊന്നും അവരുടെ ഉള്ളിലൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും കരുതുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സമൂഹത്തിലൊരു സഭയിൽ ജനിച്ചതുകൊണ്ട് അത് ആ സഭയുടെ കാഴ്ചപ്പാടും അതിൻ്റെ വീക്ഷണം ഉൾക്കൊള്ളണം എന്നില്ല. പേര് രജിസ്റ്റർ ചെയ്തതുകൊണ്ട്, ഒരിടവയെ പേര് രജിസ്റ്റർ കൊണ്ട് അത് ഒരു കാത്തലിക് ആകണം എന്ന് പുറമേ അറിയപ്പെടുന്നു. അങ്ങനെ റിയലി കാത്തലിക് എന്ന നിലയിൽ എന്താണ് വിഭാവനം ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ
അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ പറയാനൊക്കെ മടി കാണിക്കും ആൾക്കാർ. എന്താ ഇതുകൊണ്ട് എന്നാ പ്രതിഫലം ഉണ്ടാകുന്നു അവർക്കൊക്കെ മറ്റ് ഇൻട്രസ്റ്റുകളാണ്. ആ ഇൻട്രസ്റ്റൊക്കെ പലപ്പോഴും അവർക്ക് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പോകുന്നതായിരിക്കും, അല്ലാതെ ഉയർന്ന ഒരു താല്പര്യം അനുസരിച്ചുള്ളതായിരിക്കുകയില്ല എന്ന് ധാരണയുള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ ഇപ്പോൾ ആരും പ്രത്യേകിച്ച് ഇൻ്റർഫിയർ ചെയ്യാൻ താല്പര്യമില്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയൊരു പ്രസ്ഥാനം സഭകളെ വിമർശിക്കുന്നുണ്ട്, കേരള കോൺഗ്രസിലെ വിമർശിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അടുത്തത് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയാകും, എന്ത് വന്നാലും മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥയാണ് എന്ന അഭിപ്രായം പറയുന്നുണ്ട്. അതായത് ഒരു പൊളിറ്റിക്സിൽ അത്തരം ആളുകൾ കൂടുതൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് കാണുന്നത്, അത്തരം അഭിപ്രായങ്ങളെ? അത് അദ്ദേഹത്തിൻ്റെ കാര്യം പണ്ട് തൊട്ടേ പറഞ്ഞു സംഗതികളാണ്. സംഘടിത മതങ്ങൾ മുതലെടുക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന് ജനത്തോട് പറയാം, നിങ്ങൾ സംഘടിക്കണം. അത് പറഞ്ഞോട്ടെ, അവർ സംഘടിക്കട്ടെ. പണ്ട് തന്നെ അവർ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങനെയല്ലേ 3-4 കാര്യം പറഞ്ഞു പഠിപ്പിക്കുക. ഒന്ന് വിദ്യാഭ്യാസം, പിന്നെ സംഘടന, പിന്നെ അതുകൂടെ 3-4 കാര്യം കൂടെ വ്യവസായം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സംഘടിച്ച് വന്നതുകൊണ്ടല്ലേ ഇത്രയും വളർന്നു വന്നിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് പുള്ളി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതേ പറഞ്ഞതിൽ വസ്തുത ഉണ്ടെന്ന് കരുതുന്നുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ കാര്യമടക്കം പറഞ്ഞുകൊണ്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്നത് പരിഭ്രാന്തിയാണ്. എനിക്ക് അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളാരും മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും എതിരാകാൻ പാടില്ല. അതൊരു മതവിഭാഗമാണ്. പക്ഷേ നമ്മളെതിരായിരിക്കുന്നതുകൊണ്ട് ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ അത് നമ്മൾ പറഞ്ഞു കേട്ടുള്ളതാണ്. ഭീകര പ്രസ്ഥാനങ്ങൾ ഇടപെടുന്നവരെ മിക്കവാറും എല്ലാം തന്നെ മുസ്ലിങ്ങളാണെന്നും, പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒന്നും ഭീകര പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവരല്ലെന്നും നല്ല മനുഷ്യരാണെന്നും അവിടെ ധരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് ഒരു മുസ്ലിം എന്ന നിലയിൽ ഒരാളിനെ കണ്ടുകൊണ്ട് പ്രചരിച്ചോടെ കാണുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് മുസ്ലിം ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നിട്ടില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. മുഹമ്മദ് കോയയുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ, എന്നെ കുഴപ്പമുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി ആകട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് ജനാധിപത്യ രീതിയിലൂടെ അവർ പോകുന്നുവെങ്കിൽ ജനാധിപത്യ നിലയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കും. പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ പ്രത്യേകിച്ചും ഇപ്പം എന്താ അതിനെ കുഴപ്പമിരിക്കുന്നത്? അവർ മുഖ്യമന്ത്രി ആകാനുള്ള മിടുക്കന്മാർ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം തന്നെയുണ്ട്. കോൺഗ്രസിന്റെ ആധിപത്യം തകരുന്നു, ഫലത്തിൽ ലീഗ് അതുകൊണ്ട് ആധിപത്യം പണ്ട് ലീഗും ചേർന്നാണല്ലോ ഐക്യമുന്നണി മുഖ്യമന്ത്രിയായിട്ട് മുഹമ്മദ് ഭരിച്ചിരുന്നത്. അന്നൊന്നും നമ്മളാരും ഇങ്ങനെ പരാമർശം നടത്തിയിട്ടില്ലല്ലോ, കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. കോൺഗ്രസ് തൃപ്തിപ്പെടുത്താനാണോ അങ്ങനെ കരുതുന്നുണ്ടോ വെള്ളാപ്പള്ളി? അദ്ദേഹത്തെ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ 2 തട്ടിൽ നിന്ന് അദ്ദേഹം കാര്യം നേടാൻ വേണ്ടി അത് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാവുന്ന കാര്യം. അതുകൊണ്ട് അങ്ങേർക്ക് നിലപാടുകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ അവർക്ക് എന്തോ മുൻപ് കണ്ടുകൊണ്ട് ഇപ്പം അത് കണ്ടിരിക്കും കാര്യം നേടണം, അതിനുവേണ്ടി അങ്ങനെ പറയും. ആ കാര്യം നേടിക്കഴിയുമ്പോൾ വേറെ തിരിച്ചു പറയാം. ഈ BJPയുടെ വളർച്ച എങ്ങനെയാണ് കേരളത്തിലെ വളർച്ച? BJPയുടെ കേരളത്തെ വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിലും ഈ കൂടുതലായിട്ട് പ്രീണന നയങ്ങൾ ഈ പാർട്ടികൾ സ്വീകരിക്കുമ്പം അതിനോട് റിയാക്ഷൻ ഉണ്ടാകുന്ന നാച്ചുറലല്ലേ. ഏത് തലങ്ങളിലായാലും ശരി. പ്രത്യേകിച്ച് ഉദാഹരണം പറയാം, ഇവിടെ ഗാസയിൽ ഒരാൾ മരിച്ചു വീഴുമ്പം ഭയങ്കര വാർത്താ പ്രാധാന്യം കൊടുക്കും. മനോരമ ഉൾപ്പെടെ എങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കും, കൊടുക്കുന്നു. അതേസമയത്ത് അവിടെ നൈജീരിയയിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ കഴുത്തറക്കപ്പെടുന്നതുകൊണ്ട് ഒരു വാർത്ത വരുന്നില്ലല്ലോ. അസർബൈജാനിൽ എത്ര പേരെ 1,25,000 പേരെ കുടിയിറക്കി പറഞ്ഞു വിട്ടിട്ട് ഒരു വാർത്ത ഇവിടെ വന്നില്ലല്ലോ. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ ഒരു വിഭാഗം, അത് അവരുടെ ആൾക്കാർ ഇവിടെയുണ്ട്, വോട്ട് ബാങ്ക് ഇവിടെയുണ്ട്, അതുകൊണ്ടാണ് അവർ നോക്കി നിൽക്കണം. അതേസമയത്ത് യഹൂദനെതിരായിട്ട് എന്ത് വേണമെങ്കിലും പറയാം. യഹൂദനായിട്ട് എന്ത് പറയുന്നതിനും ഒരു മടിയില്ല ഇവിടെ. തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു വെച്ചില്ലേ പിണറായി വിജയനെ? എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരൊറ്റ വോട്ട് പോലും അവർക്ക് കൂടിയില്ല. അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിലോ പറയില്ലായിരുന്നു. അതിനൊന്നും ആർത്ത് നോക്കി ആരാ യഹൂദൻ? ഈ കാണുന്ന സർവ്വ കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച മനുഷ്യരെ അവർ. നിങ്ങൾ കയ്യിലിരിക്കുന്ന ഈ കാണുന്ന എല്ലാ ടെക്നിക്കിലും ഈ മൊബൈലും അതുപോലെ തന്നെ ഫേസ്ബുക്കും അതായത് ട്വിറ്ററും എന്ന് പറഞ്ഞ സർവ്വ സംഗതി കണ്ടുപിടിച്ചത് യഹൂദൻ്റെ തലച്ചോറാണ്. ഇന്ത്യയിൽ നോബൽ പ്രൈസ് അവർ വാങ്ങിച്ചിരിക്കുന്ന ഒരു ചെറിയ സമൂഹം ആകപ്പാടെ എല്ലാം കൂടെ 90 ലക്ഷം പേരെ ഉള്ളൂ എന്ന് ഓർക്കാം. ഞാൻ അവിടെ പഠിച്ചത്, അതുകൊണ്ട് ഞാൻ പറയും, എനിക്കത് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ പഠിച്ച് പറഞ്ഞ ആർക്കിയോളജി ആൻഡ് ജിയോഗ്രഫി ഓഫ് ബൈബിൾ പഠിക്കാനായിട്ട് അവിടെ താമസിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ ജനത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ജനം, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ജനം, അവരാരും ഉപദ്രവിക്കത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ തല്ലുമേടിയും. അവരാരും ഉപദ്രവിക്കാതെ യുദ്ധം ചെയ്യാനും പോകുന്നില്ല. അവരെ ചെന്ന് തല്ലാൻ ഒരുങ്ങുമ്പോഴാണ് അവർ തിരിച്ചടിയും. അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞത് അറബികൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവില്ല, ഞങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുണ്ടാവില്ല. അതൊരു പരമസത്യമാണ്. 47 തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അവരത്രയും ഭയങ്കരമായ ഒരു ചെറിയ സമൂഹത്തിന് മുമ്പിൽ ലോകം മുഴുവൻ ഇങ്ങനെ ഓച്ചാടി നിൽക്കുന്ന കാര്യം തന്നെ ആത്മവീര്യമാണ്, ധൈര്യമാണ്, തൻ്റെ ഇടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കെന്ത് സംഭവിച്ചാലും അവരുടെ ഭാഗത്ത് നിന്ന് വന്നാലും ഇവിടെ ഒന്നും ഒരു വാർത്തയില്ല. നേരെ മറിച്ച് ഗാസയിൽ മരിച്ചു വീഴുന്ന ഭയങ്കര വാർത്തയായി.
അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ പലപ്പോഴും ഒരു BJP സഭകളിലേക്ക് കയറാൻ വലിയ ശ്രമങ്ങളും പലരെയും പദവികളിലേക്ക് കൊണ്ടുവരുന്നു. ഇത്തവണ തന്നെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ വരുന്ന സാഹചര്യമുണ്ട്. അത് സക്സസ് ആവുന്ന ഒരു നിലയിലാണോ, അത് കൂടുതൽ കൂടി വരുന്നു? ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ ജയിക്കാൻ സഭകളുടെയൊക്കെ വോട്ട് കാര്യമായി കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ. അത് തീർച്ചയായിട്ടും അത് സെൻട്രലിൽ നിന്ന് നോക്കുമ്പോൾ അവർക്കറിയാം കേരളത്തിൽ അവർ വിജയിക്കണമെങ്കിൽ ഈ മൈനോറിറ്റികളുടെ സഹകരണം അനിവാര്യമായൊരു കാര്യമാണ്. അതിൽ പ്രബലമായിട്ടുള്ള സംഗതി ഒരു മൈനോറിറ്റിയാണ് ക്രൈസ്തവ സമൂഹം എന്ന് പറയും. അപ്പോൾ അവരുടെ എങ്ങനെയെങ്കിലും താല്പര്യം അതേസമയത്ത് കണ്ടില്ലേ, അതേസമയത്ത് അവർ മഹാരാഷ്ട്രയിൽ പറഞ്ഞത് എന്താണ്, ഒരു പ്രേസിനായെങ്കിൽ പ്രവർത്തനത്തിലുള്ള 100 കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു രൂപതയാണ് ബോംബെ അതിരൂപത എന്ന് പറയും. അതിൽപ്പെട്ട വ്യവസായ പ്രവർത്തകരായ വൈദികരെയോ കന്യാസ്ത്രീയോ കൊന്നാൽ 11 ലക്ഷം രൂപ സമ്മാനം തരാമെന്ന് പറയാൻ മാത്രം ഉളുപ്പില്ലാത്ത ഒരു 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 പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയെ ഉള്ളുകൊണ്ട് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇപ്പം ഇതുപോലെ പല തലങ്ങളിൽ എങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടെ പറയുന്നത് അടവ് നയം എന്ന് വേണമെങ്കിൽ പറയാം. ആ അടവ് നയത്തിനകത്ത് ഇവിടെയും തിരിച്ച് അടവ് നയമാകാം, ഇവിടെ നിലനിൽക്കട്ടെ. ഇവിടെ ഈ പ്രീണനം കൊണ്ട് 2 പാർട്ടികൾ നടക്കുമ്പം ഒരു പക്ഷേ ആ വോട്ടേഴ്സിൻ്റെ തിങ്കിങ് ആ വഴിക്ക് ചെരിഞ്ഞു എന്ന് വരാം. അപ്പോൾ ഇവരുടെ നയങ്ങൾക്ക് ചിലപ്പോൾ വിധേയപ്പെട്ടു എന്നും വരാം. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആരാ? മറ്റ് പാർട്ടികൾ തന്നെയാണ്. ഈ പറയുന്ന UDF LDF തന്നെയാണ്. UDF-ൻ്റെ LDF-ൻ്റെയും പ്രീണന നയമൊന്നും മാറ്റിവെച്ചിട്ട് അവർ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണിക്കുന്ന നില വരികയാണെങ്കിൽ അപ്പോൾ അത് മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അബ്സല്യൂട്ടായിട്ട് BJP ആണ് ഞങ്ങളുടെ രക്ഷകനെന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുന്ന ഒരിക്കലും ശരിയാവില്ല. ആയിരുന്നുവെങ്കിൽ ഈ ഇടപാട് ഉണ്ടാവില്ലായിരുന്നേ. BJP-യോട് ഒരു അകലം കാണിക്കേണ്ടതില്ല എന്നും ആയിരിക്കും അല്ലേ? അതില്ല, അകലം അതൊക്കെ പണ്ടുണ്ടായിരുന്നതൊക്കെ മാറിപ്പോയി. അകലം കാലിക്കേണ്ട കാര്യം നടത്തുകൊണ്ട് ഇവർ ഒത്തിരി പേര് BJP പ്രവർത്തിക്കുന്നുണ്ടല്ലോ. സഭയിലെ നല്ല വിശ്വാസത്തിലായ പലരും ഇപ്പം BJP പ്രവർത്തകരായിട്ട് മാറിയിട്ടുണ്ട്. അതൊക്കെ ഫാക്ട്സ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയത്ത് അബ്സല്യൂട്ടായിട്ട് ഇങ്ങനെ ഒരു വിഭാഗത്തിലൂടെയാണ് നമുക്ക് നിലനിൽപ്പ് ഉണ്ടാകാൻ പോകുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭയമാണല്ലോ ഇതിനെല്ലാം അടിസ്ഥാനമായി കിടക്കും. ഇവരെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് പോകുന്ന എന്നാ ചെയ്യും? ഇവർ അധികാരത്തിൽ വന്നാൽ എന്നാ ചെയ്യും? ശരീരത്ത് നിയമം കൊണ്ട് നടപ്പാക്കിയ എന്നാ ചെയ്യും? അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ജീവിക്കാൻ പറ്റാണ്ട് വന്ന എന്നാ ചെയ്യും? ഞങ്ങളല്ലാത്തവരെല്ലാം പൊക്കോളാൻ പറയാൻ എന്നാ ചെയ്യും? അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കേരളം വന്നു കഴിഞ്ഞാൽ, പണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന് ബെഹ്ന പറഞ്ഞ പോലെ 200 സ്ലീപ്പിംഗ് യൂണിറ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ 2000-ലധികം ഉണ്ടെന്നാണ് പറയും. അങ്ങനെ ഇത്രയും സ്ലീപ്പിംഗ് യൂണിറ്റുകൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് ഇത്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് വല്ല വളക്കമുള്ള മണ്ണായിട്ട് കേരളം മാറിപ്പോയി എന്ന് പറയുമ്പോൾ പേടിയില്ലേ? ഭയമുണ്ടല്ലോ. നാളെ നേരം വെളുക്ക് വന്നാൽ സംഭവിക്കുമ്പോൾ അറിയാൻ പാടില്ലല്ലോ. വീട്ടിൽ കയറി വന്നിട്ട് ഇറങ്ങി പൊക്കോളാൻ പറയുമോ നമുക്കറിയാമല്ലോ. പേടിയല്ലേ? അങ്ങനെ സംഭവിക്കുന്നത്. പോലീസ് മേധാവിയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ പോലീസ് മേധാവിയും പറഞ്ഞിട്ടുണ്ട്, ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നവർ SDPI-യിലേക്ക് മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു അവരുടെ പ്രവർത്തനം അത്തരം സംഘടനകളുടെ തുടരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അതിപ്പോൾ തന്നെ നേരത്തെ തൊട്ട് ഇങ്ങനെ തന്നെയാണല്ലോ. അവർ പോരാട്ടത്ത് നിരോധിക്കും, വേറെ നാട്ടിൽ രൂപാന്തരപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതേ സമയത്ത് അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ അവർക്ക് അത് മരിക്കുന്നില്ല. അത് ഉൾക്കൊള്ളുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ എൻലൈറ്റൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളൊന്നും ഭീകരന്മാരൊന്നുമല്ല. അവരെ എല്ലാവരും തലയ്ക്കകത്ത് ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവർ നല്ല മറ്റുള്ളവരെ പോലെ തന്നെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്, മറ്റുള്ള സഹവർത്തിത്വമുള്ളവരാണ്. അവർ സ്വാധീനിച്ചിട്ട് ഇവർ ചെയ്യുന്ന തിന്മ തെറ്റാണെന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള ആത്മധൈര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതില്ലല്ലോ. തെറ്റാണെന്ന് അപലപിക്കാൻ തുടങ്ങിയാൽ, പണ്ട് മുനീർ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ പേരിൽ എന്തുമാത്രം കുരിശേ കയറ്റി. അപ്പോൾ അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ മാത്രമുള്ള ഒരു മനോഭാവം ഈ മജോറിറ്റി, അവരുടെ ഉള്ളിലുള്ള മജോറിറ്റിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അതായിരിക്കും നല്ല കാര്യം. അതുകൊണ്ട് നമ്മൾ അവരൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല, അവിടെ ചേർന്ന് നിൽക്കേണ്ടി. സമൂഹത്തിലെപ്പോഴും അങ്ങനെയാണല്ലോ വാസ്തവ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ആരെയും മാറ്റി നിർത്തിയിട്ട് തഴഞ്ഞിട്ട് ഒന്നും മറ്റാരും വിജയിക്കാൻ പോകുന്നില്ല. ലോക ചരിത്രത പഠിപ്പിക്കണം. ഇവരും ചിന്തിക്കണം. മറ്റുള്ളവരെയും എല്ലാം തല്ലിക്കൊന്ന് നശിപ്പിച്ചാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഞങ്ങൾ തന്നെ ജീവിക്കാമെന്ന് വിചാരിക്കുന്നത് അത് സ്വപ്നമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. മറ്റുള്ളവരെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് പോകാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാകുള്ളൂ. അതിലെ സംഭവിച്ചാൽ 1947 അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരായിരുന്നു. ഇസ്രായേൽ എന്നൊരു രാഷ്ട്രം അവർ, എന്നിട്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ ഔദാര്യമായിട്ട് കൊടുത്ത പക്ക നുണയില്ലേ? ചരിത്രം അറിയാമെന്ന് പറയുമോ? ചരിത്രം അറിയാമെന്ന് പറയുമോ? അവർ പണ്ട് അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും കാലം ഏത് ഘട്ടമാണ്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പ് തന്നെ 10,900 വർഷങ്ങൾ മുമ്പാണ്. അന്ന് അവർക്ക് വാഗ്ദത്തം ഭൂമിയായി കിട്ടിയ ഭൂമിയായത്. അതവിടുന്ന് അവർ തകർന്ന് തരിപ്പണമായി 10,000-2000 വർഷക്കാലത്തോളം അവർ തന്നെ ചോദിക്കില്ലേ, ക്രിസ്തുവിനെ കുരിശ് തറഞ്ഞവരെ എന്തിനായി ക്രിസ്ത്യാനികൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? ക്രിസ്തുവിനെ കുരിശ് തറയത് തെറ്റാന്നേ, പക്ഷേ അതിന് ശിക്ഷ അവർ അനുഭവിച്ചെന്നേ. അതിന് ശിക്ഷ 2000 വർഷത്തോളം അലിഞ്ഞു നടന്നില്ലേ? ഈ ഭൂമി ലോകം മുഴുവൻ അലിഞ്ഞു നടന്നില്ലേ? ദൈവമാരെ തള്ളിക്കളയില്ലെന്നേ അവർ തിരിച്ചു വിളിച്ചു. അപ്പോൾ തിരിച്ചു വിളിച്ചത് കൊണ്ട് അത് ദൈവത്തിന് ജനമല്ലാണ്ടായി വരുന്നില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ നിലനിൽപ്പ് പോലെ അവരെ നിലനിൽപ്പാൻ അംഗീകരിച്ച പ്രശ്നം തീരും. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറല്ലല്ലോ. അങ്ങനെ 1947 അവർ കയറി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു. 67 എന്താ സംഭവിച്ചത്? ഇപ്പം ഞങ്ങൾ ഉച്ചാടനം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, നാസറും പാർട്ടിയെല്ലാം അങ്ങോട്ട് വന്നുകൊണ്ട് 6 രാഷ്ട്രം ചേർന്നുകൊണ്ട്, പക്ഷേ ഒരൊറ്റ വിമാനം നിലത്ത് പൊങ്ങിയില്ല. ഇവൻ്റെ ബുദ്ധിശക്തി ഭയങ്കരമല്ലേ. അത് തോറ്റ് തൊപ്പിയിട്ട് അപ്പം യോദ്ധാൻ്റെ കയ്യിൽ ജെറുസലേം കൂടെ അവർ പിടിച്ചുകൊണ്ട് പോയി, ഗോലാൻ കുന്നുകളും പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ അവരുടെ കയ്യിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് 73 വീണ്ടും ഉണ്ടായി, എന്നിട്ട് വിജയിച്ചു ഇല്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് 19 വർഷം കഴിഞ്ഞാണ് ഈ കഴിഞ്ഞ കാലഘട്ടം ഒക്ടോബർ 7-ാം തീയതി ഈ പണി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവർ തിരിച്ചടിച്ചത്. അവരുടെ ഏറ്റവും പറയുക യോം കിപ്പൂർ ദിനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. അവർ മറ്റൊന്നിനും പോയില്ല. അതിന് ആ ദിനം തന്നെ നോക്കിക്കൊണ്ട് യോം കിപ്പൂർ ദിനമായ ഒക്ടോബർ 7-ാം തീയതി ആ 10,500 വരെ കൊല്ലുകയും ബാക്കിയുള്ളവരെയൊക്കെ ബന്ദികളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് പിന്നെ അവരടങ്ങിയിരിക്കുമോ? അവർക്ക് നിലനിൽപ്പിൻ്റെ അല്ലേ. വി ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. വി ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ് ആൻഡ് വി ഹാവ് ദ റൈറ്റ് ടു ഡിഫെൻഡ് അവർ സ്റ്റേറ്റ്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്നും എതിര് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി നമ്മൾ വിപുലീകരിച്ചുകൊണ്ട് ഇതെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് തെറ്റാണ്. കേരള കോൺഗ്രസ്സുകൾ ലയിക്കണം എന്നുള്ള അഭിപ്രായം പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത്തരം ചർച്ചകളൊക്കെ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? കേരള കോൺഗ്രസിനെ കുറിച്ച് ഞാനൊരു സംഭാഷണത്തെ പറഞ്ഞ കാര്യങ്ങളിപ്പം വളരെ വൈറലായി പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. പക്ഷേ നിലപാടിന് മാറ്റമൊന്നുമില്ല. കാരണം കേരള കോൺഗ്രസ് ഉണ്ടാകുമ്പോൾ ഉള്ള യങ് തലമുറയാണ് ഞങ്ങളൊക്കെ. അന്ന് 16 MLA-മാർ ഇറങ്ങി പുറത്ത് വന്ന പോലെ പാർട്ടി രൂപീകരിച്ചപ്പോൾ PT ചാക്കോയെ വെച്ചുകൊണ്ട് ആ പാർട്ടിക്ക് രൂപീകരിച്ച വലിയ ഐഡിയോളജിയൊക്കെ കൊണ്ടുവന്നതാണ്. കർഷക മുന്നേറ്റവും കാര്യങ്ങളൊക്കെ വന്നതാണ്. അതിനകത്ത് വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഇലക്ഷൻ തന്നെ 24 സീറ്റ് നേടാനിടയായതൊക്കെ. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് വാസ്തവം പറഞ്ഞാൽ ലീഡേഴ്സിൻ്റെ ഈഗോയിസം വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ അത് മുറിഞ്ഞ് പല കഷ്ണങ്ങളാക്കി ഒന്നും അല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിന്നതിന് വീണ്ടും അതിന് ശേഷം ഒന്നുകൂടെ സ്വരുക്കുട്ടി ഒന്നിച്ച് ചേർത്ത് വരുമ്പോഴാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ഡിവിഷൻ്റെ സാഹചര്യം ഉണ്ടായപ്പോഴാണ് അത് ശക്തമായിട്ട് അതിന് വിരുദ്ധമായ അഭിപ്രായം പറയാൻ ഇടയായത്. ആ നിലപാടൊന്നും മാറ്റമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു ഐക്യമത്യം മഹാബലം എന്ന് നാം പറയുന്ന എല്ലാ തലങ്ങളിലും എവിടെയും എപ്പോഴും പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇവിടെ ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. വിലയിന് ഇല്ലാണ്ടായി തീർന്നിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കിട്ട് വട്ട് തട്ടാം, അങ്ങോട്ടും തട്ടാം ഇങ്ങോട്ടും തട്ടാം. ഒരു കാര്യത്തിനും ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാവുകയില്ല, ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റില്ല, അവനോന് തന്നെ നന്മ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഇന്നിപ്പോൾ കണ്ടില്ലേ, വളരെ വലിയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഉമ്മൻചാണ്ടിയൊക്കെ എത്രയോ 10,000 ആൾക്കാർ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ എന്തുമാത്രം ജനങ്ങളാണ് അദ്ദേഹത്തെ അനുധാവനം ചെയ്തത്. ഒക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവരെ ഒരു പാർട്ടിയെ അവരൊന്നിച്ച് നിർത്തി അതിൻ്റെ വക്താവായിട്ട് നിന്നു. അല്ല അവരുടെ സ്വന്തം പേഴ്സണൽ പേരിലൊന്നും അല്ല അവർ വലിയ ആൾക്കാരായത്. ഒരു പാർട്ടിയെ ഒന്നിപ്പിച്ച് നിർത്തി. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പാർട്ടിക്ക് അതീതമായി വ്യക്തി വളർന്നു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ശിഥിലീകരിക്കപ്പെടാനിടയായത്. അപ്പോൾ അതിൻ്റെ ബലം പോയി. അതേസമയത്ത് അവർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്തുമായിക്കൊള്ളട്ടെ, ഇന്നതാണെന്ന് നിർബന്ധം എന്തുമായിക്കൊള്ളട്ടെ, അതിനകത്ത് ഒരുമയോടുകൂടി വിധേയത്വത്തോടെ നിൽക്കുന്നതെങ്കിൽ എത്രയോ ഭംഗിയായിട്ട് പോകുമായിരുന്നു. അത് വീണ്ടും പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒരു MLA സ്ഥാനം കൊണ്ടുപോയി ഒരു മന്ത്രിയായി അങ്ങനെയൊക്കെ പോകുന്ന എന്ത് നേട്ടം ഉണ്ടാകാനിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ആ നിലപാടിന് വലിയ മാറ്റമൊന്നുമില്ല. വീണ്ടും അവർ ഒന്നിച്ച് വരികയാണെങ്കിൽ അവർക്ക് നല്ലത്, മറ്റുള്ളവർക്ക് നല്ലത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ഒന്നിക്കണം? അതായത് സഭകളെ സംബന്ധിച്ച് പലപ്പോഴും അധികാരത്തിൽ പലപ്പോഴും ഒരു പ്രധാനപ്പെട്ട പങ്കില്ല എന്നൊക്കെ പല ഘട്ടത്തിൽ ചിന്തിക്കാറുണ്ട്. കേരള കോൺഗ്രസ് ഒരു പരിധിവരെ കത്തോലിക്ക സഭയിൽ ഒരുപാട് നേതാക്കളും സഭയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഇല്ലായ്മ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? കേരള കോൺഗ്രസ് ശക്തി ചോർന്നതുകൊണ്ട്? ശക്തിയുടെ കാര്യമല്ല അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. നമ്മൾക്കെല്ലാം മൂല്യങ്ങളുണ്ടല്ലോ. ഇത് മതേതരത്വ രാഷ്ട്രമാണല്ലോ. അപ്പോൾ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേ പ്രാധാന്യവും അതിൻ്റെ വളർച്ചയിലുമൊക്കെ സർക്കാർ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഭരണഘടന നമുക്കുള്ളത്. നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം വാസ്തവത്തിൽ ഇന്ത്യക്കാർ ഞങ്ങളൊക്കെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റികളിൽ ജീവിച്ചിട്ടുള്ളവരും പുറം ദേശങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞവരുമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇത്രയും മനോഹരമായൊരു ഭരണഘടന ഉണ്ടായിട്ടുള്ള ഒരു രാജ്യം, നമ്മുടെ കൂടെ സ്വതന്ത്രമായിട്ടുള്ള പല രാജ്യങ്ങളും, പല ആഫ്രിക്കൻ രാജ്യങ്ങൾ വലുതുമൊക്കെ എനിക്ക് തന്നെ ക്ലാസ്മേറ്റ്സ് ഇവിടേക്കുണ്ട്.
അതെല്ലാം ശിഥിലീകരിക്കപ്പെട്ട് സിവിൽ വാർ കൊണ്ട് നശിച്ച് രക്തപ്പൊഴി ഒഴുകി എന്ത് ഭയങ്കര നാശങ്ങളാണ് വരുത്തി വയ്ക്കപ്പെട്ടിരിക്കുക. അതേസമയം നമ്മുടെ രാജ്യത്തെ ഈ ഭരണഘടന ഉണ്ടായിരുന്നത് കൊണ്ട് ഭരണം തന്നെ രക്തപ്പൊഴി ഒഴുകാതെ ഓരോ ഘട്ടത്തിലും മാറി 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 ഇന്ന് വരെയും വന്നില്ലേ. ഭരണമാറ്റം വരുന്നതിൽ ഇവിടെയൊന്നും ഒരു രക്തപ്പൊഴി ഒഴുകുന്നില്ലല്ലോ, ന്യായമായ തെരഞ്ഞെടുപ്പുകളല്ലേ വരുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു അഭയകേന്ദ്രം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ ബേസ് ചെയ്തിരിക്കുന്ന കോടതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോടതിയിൽ ചില മൂല്യങ്ങൾ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ മൂല്യങ്ങൾ ഭരണഘടനയിൽ ഉൾച്ചേർക്കപ്പെട്ടിരിക്കുന്ന മൈനോറിറ്റി റൈറ്റിനെ കുറിച്ചുള്ള 30-ാം വകുപ്പും അവരോട് ചേർന്ന് പോയ അതിൻ്റെ അനുച്ഛേദങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ട സംഗതികളാണ്. അതൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിന് വോയിസ്, അതായത് നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതിനാൾ വേണം. അങ്ങനെയുള്ള ആളുകൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാൻ നേരമില്ലാത്ത അവർ പരസ്പരം വഴക്കും വെക്കാനുമായിട്ട് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ ശ്രദ്ധയില്ലാണ്ട് വന്നു കഴിയും. പിന്നെ ഇവരെ കൊണ്ടെന്താ പ്രയോജനം? അതുകൊണ്ടാണ് ഇവർ ഈ പരസ്പരം ഈ വൈരാഗ്യങ്ങൾ മറന്നിട്ട് ഭിന്നതകൾ മറന്നിട്ട് ഭിന്നത കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി ഐക്യത്തിലേക്ക് വരണമെന്ന് പറയുന്നത് എല്ലാവർക്കും അവർക്കും നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, രാഷ്ട്രത്തിന് നല്ലതാണ്. ചിന്നിച്ചേറിക്കിടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കൊടിയുമായിട്ട് ഞാനൊരു പാർട്ടിയാണെന്ന് പറഞ്ഞ് നടന്നാൽ ഒരുപക്ഷെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു ഒരു MLA ആയി ഒരു മന്ത്രിയായി കാണാം, ആർക്ക് പ്രയോജനം? അപ്പോൾ അതില്ലാതെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രാജ്യത്തെ സേവനം ചെയ്യാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ എല്ലാവർക്കും, അല്ല ഒരു വിഭാഗത്തിന് മാത്രമൊന്നുമല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും അവർക്ക് അർഹതപ്പെട്ട് നേടിക്കൊടുക്കാനുള്ള ചുമതലയും അത് വലിയ ഗൗരവമായ ഉത്തരവാദിത്വമാണ് രാഷ്ട്രീയക്കാർക്കുള്ളത്. ആണല്ലോ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താ? ജനത്തിന് അവർക്ക് ജീവനും സമ്പത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതല്ലേ. ജീവനും സംരക്ഷണം പോലെ നടക്കുന്നതന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ സംരക്ഷണം കൊടുക്കേണ്ടതല്ലേ. ഓരോ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായിട്ടുള്ള മൂല്യബോധങ്ങൾക്കുണ്ട്, അതൊന്നും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വകഭേദങ്ങൾ വരുത്തിയിട്ട് ചിലരൊക്കെ അടിച്ചൊതുക്കി, ചിലരൊക്കെ മേധാവിത്വം പുലർത്തി മറ്റുള്ളവരെയൊക്കെ ഇല്ലാണ്ടാക്കി ഞങ്ങൾ മാത്രം മതി എന്നുള്ള ചിന്തയിലേക്ക് വളർന്നു വരുമ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കാനും പ്രതിധ്വനിക്കാനും പറ്റുന്നതായിട്ടുള്ള കഴിവും ശക്തിയും വേണം. വേണമെങ്കിൽ ഒന്ന് ജയിക്കണം. അതായത് ഈ ഭിന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണവുമില്ല. ഒരുമിച്ച് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതാണ് നല്ലത്. ഭിന്നിച്ച് നിൽക്കുന്നവർ സമൂഹത്തിന് മാത്രമല്ല അവർക്കും ഗുണമൊന്നുമില്ല. അവർ കൂടെ നടക്കുന്നവർക്കെന്താ ഗുണമായിരിക്കുന്നത്? ഇവരുടെ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുമ്പോൾ എത്രയോ ആളുകളുടെ വിയർപ്പും രക്തവും ആസക്തി എന്തിയേരി ചിന്തിയിട്ടാണ് ഒരു പാർട്ടി നിലനിൽക്കുന്നത്. എന്നുമാത്രം ഇതിനു വേണ്ടി ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. പല പിള്ളേരെയും നടക്കുന്നുണ്ട്. ഒരുത്ത് പറഞ്ഞ ഒരു മാനിയയാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞത് ഭ്രാന്ത. പാർട്ടി തലയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടിയിട്ട് അങ്ങ് മരിച്ചേക്കുക, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അല്ലാതെ ഈ പാർട്ടിയൊന്നും നിൽക്കുകയില്ലല്ലോ. അങ്ങനെ കുറേ പേരൊക്കെ എല്ലാ പാർട്ടികളും കാണും, ഇല്ലാതിരിക്കുന്നില്ല. എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ചില ആൾക്കാർക്കുണ്ട് അവർ നേതാക്കൾ പോയി കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ടെൻഡൻസിയൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കയറിയിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് നന്മ കൊടുക്കണ്ടേ? അവരിങ്ങനെ വെറുതെ നടന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ 35 പയ്യയുടെ എൻ്റെ അടുത്ത് ഒരാൾ 35 വർഷമായിട്ട് പാർട്ടിയും കൊണ്ട് നടന്നിട്ട് എനിക്ക് ഒരു പ്രയോജനം കിട്ടിയില്ല വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. എന്നാൽ അടുത്ത പ്രാവശ്യം ശ്രദ്ധേയസമ്മേളന തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സാരം കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് വന്നിരിക്കുക. ഞങ്ങളുടെയൊക്കെ അടുത്ത് വരുന്നത് ഇങ്ങനെയാണ്. 35 വർഷമായിട്ട് ഒരു പാർട്ടിയുടെ പുറകെ നടന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല, കയ്യിൽ നിന്ന് കാശും മുടക്കി നടക്കുക. എന്നിട്ട് കുടുംബത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തുമൊക്കെ വിറ്റുപെറുക്കി അത് കുടുംബം തന്നെ നിരപ്പായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ആ ആവേശം വേറെ വല്ലവരും പണ്ടിട്ടേച്ച് പോകില്ലേ? ഇതെന്തിനാ പണിക്ക് നടക്കുന്നത് ചിന്തിക്കില്ലേ? അത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ അഡിക്റ്റഡായി പാർട്ടി അഡിക്റ്റഡായി നിൽക്കുമ്പോൾ അപ്പോൾ ഏതെങ്കിലും അങ്ങനെയുള്ളവരെ പരിഗണിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഇവർക്ക് എന്തെങ്കിലും പ്രൊവിഷൻസ് വേണ്ടേ അവരുടെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാനായിട്ട്? അതാ ഇവർക്കില്ലാത്തത്. അതുകൊണ്ട് കേരള കോൺഗ്രസിന് കുറേ മുറിച്ച് വിഭജനങ്ങളായി അതിൻ്റെ പുറകെ നടക്കുന്നവർക്ക് ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ പൊതുവേ UDF നിൽക്കുന്നതാണ് നല്ലത് കേരള കോൺഗ്രസുകൾക്ക് എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ LDF പോയവർ പോലും അതിനുള്ളിലും അങ്ങനെ പല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ട് പലപ്പോഴും. ഈ ഒന്നിച്ച് വരുമ്പോൾ എവിടെ നിൽക്കും എന്നൊരു പ്രശ്നമില്ല, അതിലെന്താണ്? ഒന്നിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ അവരെ സ്വീകരിക്കാതിരിക്കുകയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പ്രസ്താവന ഈയിടെ ശ്രദ്ധിച്ചല്ലോ. അതായത് ഞാൻ ചോദിച്ചത് LDF ആണോ UDF ഒന്നിച്ച് വന്നാൽ ഒന്നിച്ചുണ്ടായി കഴിഞ്ഞാൽ എവിടെ എന്നുള്ളൊരു ചോദ്യം. അല്ല, ഫണ്ടമെൻ്റലായിട്ട് ഇവരുടെ ട്രേറ്റ് ഇവരുടെ ഫിലോസഫി LDF അല്ലല്ലോ, UDF രണ്ടല്ലേ. മറ്റേത് എന്താണ്? ഒലകൃത്യ വർഗസമരത്തിൻ്റെതല്ലേ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട് യോജിച്ച് പോകാൻ കേരള കോൺഗ്രസ്സുകാർക്ക് എങ്ങനെ സാധിക്കുന്നത്? അതായത് ഒരു അറ്റൈസ്റ്റിക് നിലപാടാണ്. അതുകൊണ്ട് ഡയലക്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞ വർഗസമര തുടർച്ചയായിട്ട് പണ്ടൊരിക്കൽ ഞാനൊരു വലിയ നേതാവിനോട് പറയുകയാണ്, തിരുവനന്തപുരത്തെ ഈ പാർട്ടിയുടെ ഇന്നത്തെ ഉന്നത നേതാവായ മാർക്സിസ്റ്റുകളോട് ഞാൻ പറയുണ്ടായി, ഞാൻ 2-3 കാര്യങ്ങൾ യോജിക്കാമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിങ്ങളുടെ ഈ ബേസിക് ആയിട്ടുള്ള ഈ പ്രിൻസിപ്പിൾ എടുത്ത് അങ്ങ് മാറ്റണം. അതായത് നോ ഗോഡ്,
ദൈവമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് തന്നെ കാര്യം ഇരിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷേ ദൈവമില്ലെന്ന് ഡിക്ലെയർ ചെയ്യാനായിട്ട് അങ്ങനെ സാധിക്കുന്നു. പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നത്? ഇപ്പം ആ വഴിയിലേക്ക് വന്നിട്ടുള്ളവർ ഇപ്പം അതായത് ഇപ്പം മതവിശ്വാസം സംരക്ഷിക്കുന്നതും മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെയുള്ളതെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നേരത്തെ എന്നതായിരുന്നു ആ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ഈ മൂലധനത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ദർ ഇസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. അതേസമയത്ത് മറ്റുള്ളവർക്കും, ഞങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ജീവിച്ചവരാ, കണ്ടിട്ടുണ്ട് നേരെ. ഞാൻ ചെക്കോസ്ലോവാക്യ, പഴയ ചെക്കോസ്ലോവാക്യ അതിർത്തിയിലിരിക്കുന്ന വെസ്റ്റ് ജർമ്മൻ പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം നേരെ ഒരു കമ്പി മുള്ളുകൊണ്ട് മറച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം. നമുക്ക് നടന്നു പോകാമെന്ന് അപ്പുറം ഇപ്പുറം. നമ്മൾ ഈ കൊമലയും കേരളവും അല്ലെങ്കിൽ മുകളിക്കപ്പുറം കേരളം എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പുറത്തോട്ട് നോക്കിയാൽ നല്ല ഫെർട്ടൈലാണ്. ഈ മുള്ളുകമ്പിക്ക് അപ്പുറത്തോട്ട് നോക്കിയാൽ കാട്. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി. പ്രൈവറ്റ് പ്രോപ്പർട്ടി കൈ കിട്ടിയെങ്കിലും ഈ രാജ്യങ്ങളെല്ലാം തകരാൻ കാരണം, ഈ മാർക്സിസ്റ്റ് പാർട്ടി മുഴുവൻ തകരാൻ കാരണം അടിസ്ഥാനപരമായി പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ നിഷേധിച്ചതാണ്. പിന്നെ ആരും ജോലി ചെയ്യില്ല, മുടിയന്മാരായി റേഷൻ കാത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂമി മുഴുവൻ വെറുതെ കിടക്കുക. ഞാൻ പച്ചയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാര്യമല്ലേ എന്ന് പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇവർക്ക് എങ്ങനെ അങ്ങോട്ട് യോജിക്കാൻ പറ്റും അതിനോട്? അതാ വർഗ്ഗസമരത്തിൻ്റെ രീതി കൊണ്ടു നടക്കുന്നവരോ മനസ്സാറ്റിൽ അങ്ങനെയുള്ളവർക്ക് അത് കൊണ്ടു നടക്കണം. അവർക്ക് സമരവീര്യം, ഇപ്പം കണ്ടില്ലേ, സമരവീര്യം, സമര പോരാട്ടം, ഇതല്ലേ അവരുടെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒരു വിഭാഗം വേണമെന്നേ, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്കും നവീകരണത്തിനൊക്കെ ആയിട്ട് അങ്ങനെ വിഭാഗം വേണം. പക്ഷേ എല്ലാവരും അതിനകത്ത് കൂടിക്കഴിഞ്ഞാൽ ബാക്കി ആരും നടത്തും കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം. അതുകൊണ്ട് തന്നെയല്ലേ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെല്ലാം ഏജൻസികൾക്ക് എതിരായിട്ട് നിൽക്കുന്നു. ഇതുപോലെ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജിനെ വളർത്തിയെടുക്കാൻ സർക്കാരിന് പറ്റുമോ? ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള കോളേജ് അല്ലെങ്കിൽ അതുപോലെ ആശുപത്രി, ഇപ്പോൾ മെഡിസിറ്റി പോലെ ആശുപത്രികൾ, ഇതൊക്കെ വളർത്തി എന്തിപ്പോൾ ഹോസ്പിറ്റൽ എടുത്ത് പറ്റിയപ്പോൾ പ്രശ്നങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ നടന്ന സംഭവങ്ങളൊക്കെ എങ്ങാനും ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നെങ്കിലോ കിടന്നു പൊറുക്കാൻ പറ്റുമായിരുന്നു. ഈ കുട്ടിയെ കറണ്ട് അടിച്ച് മരിച്ചു, അത് പ്രൈവറ്റ് സ്കൂളിലായിരുന്നെങ്കിലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുള്ള നിഷേധാത്മകമായ മനോഭാവം അപകടകരമായ കാര്യമാണ്. അത് മാറ്റിയെടുത്താൽ വലിയ പ്രശ്നമില്ല, പക്ഷേ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യയശാസ്ത്രം അങ്ങനെ കിടപ്പും അതിനനുസരിച്ചാണ് ഈ പോകുന്ന കാര്യം. അതിൻ്റെ കോൺസിക്വൻസസ് എല്ലായിടത്തും വരും. അതുകൊണ്ട് ഈ കണ്ടുമാനം ടോട്ടലൈറ്റേറിയൻ ചിന്ത വരും. അധ്യാപകരുടെ നിയമനങ്ങളൊക്കെ എന്ത് വ്യത്യാസം കാണിക്കും? സർക്കാർ അധ്യാപകരും അതുപോലെ തന്നെ പ്രൈവറ്റിലെ അധ്യാപകരും എന്തിനും വ്യത്യാസം കാണിക്കും? ഒരേ ജോലിയല്ലേ ചെയ്യുന്നത്. ഇപ്പം നിയമനത്തിലും അതുപോലെ തന്നെ അവർ അപ്രബേഷനിലും ഒക്കെ വരുന്ന വലിയ വ്യതിയാനങ്ങൾ ഒരുപാട് വളരെ വിസിബിളായിട്ടൊന്ന് വരുന്നു. അപ്പം അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യയശാസ്ത്രപരമായി. അതുകൊണ്ട് യോജിക്കാവുന്ന തലത്തിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റണം. ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത പ്രത്യയശാസ്ത്രമൊന്നുമല്ല. ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റാത്ത ഒറ്റ കാരണമുള്ള ഈഗോയിസം, വേറൊന്നുമില്ല, സ്വാർത്ഥ താല്പര്യങ്ങൾ. അതൊന്ന് മാറ്റിയെടുക്കാമെങ്കിൽ നന്നായിട്ട് പോകാൻ സാധിക്കും.